എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ അരി അരച്ചിട്ടൊന്നുമല്ല ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്, അരിപ്പൊടി വെച്ചിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം എങ്ങനെയാണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കുക എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ, പിന്നെ ശർക്കര പാനി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ മെഷറിംഗ് കപ്പ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് എടുക്കാം. അല്ല കൂടുതൽ അളവ് ആവശ്യമുണ്ടെങ്കിൽ അത് അനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടുക അരിപ്പൊടിയുടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഞാൻ 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ എന്നുള്ളത് നിങ്ങൾക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1 ഗ്ലാസ് ആക്കാം കേട്ടോ. തേങ്ങാപ്പാൽ 1-ാം പാൽ തന്നെ വേണം, ഒരു നിർബന്ധവും ഇല്ല, വെള്ളം ഒഴിച്ച് തന്നെ എടുക്കാം. ഞാനിപ്പോൾ അത് ആ ഒരു പാത്രത്തിലേക്ക്, തേങ്ങാപ്പാലെടുത്ത പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ബാറ്റർ നല്ല ലൂസായിരിക്കണം. ആദ്യം തന്നെ ഇതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കര പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകൾ ഇല്ലാതാക്കണം കേട്ടോ. ഒട്ടും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു മാവിൽ. അപ്പോൾ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ കലക്കി വയ്ക്കുക. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ കലക്കുക. അപ്പോൾ അതിങ്ങനെ കട്ട കെട്ടില്ല. അപ്പോൾ ഞാൻ ശർക്കര പാനി എടുത്തിരിക്കുന്നതും 1 ഗ്ലാസ് തന്നെയാണ്. ഇതിലേക്ക് കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്തിട്ട് ഒരു രാത്രി ഫുള്ള് ഞാനിവിടെ അടച്ച് വയ്ക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ അതായത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ കലക്കിയെടുക്കുക. ഈ ഒരു പരുവായിരിക്കണം മാവ്. ഇനി നമുക്കൊരു പാത്രം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു തട്ടുള്ളിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്കാണ് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ പ്ലേറ്റിൽ ഞാൻ നെയ്യ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ആ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് മുകളിൽ വരെ ഒന്നും ആവരുത് കേട്ടോ. കുറച്ച് ഒന്ന് പരന്ന് കിട്ടണം, അത്രേ വേണ്ടൂ. അത്ര മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതൊരു 20 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക, അടച്ച് വയ്ക്കുക. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം എന്താ നോക്കിയപ്പോൾ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതേപോലെ കുത്തി നോക്കുക, നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് അറിയാം. ഇത് തണുത്ത ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. ഒരുപാട് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇതേപോലെ ചെറിയൊരു പ്ലേറ്റിൽ ഒന്ന് പരന്ന് കിട്ടിയാൽ മതി മാവ്. ആ ഒരു പരുവത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല നൈസായിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് കിട്ടും. ഇനി ഇത് ചൂടാറിയ ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്താ അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ അത് മുറിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്യുക. ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ ഇതേപോലെ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാനൊരു രാത്രിയിൽ വെച്ചിട്ട് ഇങ്ങനെ മാവ് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് രാവിലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കിണ്ണത്തപ്പം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ.